നല്ല കാച്ചിയ മോരുകറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വറ്റൽമുളക് ചമ്മന്തി ഇന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 10-15 മുളക് അതിൻ്റെ ഞെടുപ്പ് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. വറ്റൽമുളകിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അത് കോരി മാറ്റി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ ഒരു 15 കൊച്ചുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ എണ്ണയിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൊച്ചുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പിഴുപുളിയും പിന്നെ സ്വാദ് കൂട്ടാനായിട്ട് വറ്റൽമുളകും കൊച്ചുള്ളിയും വറുത്തെടുത്ത എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. കാച്ചിയ മോരുകറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വറ്റൽമുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി ഊണ് കഴിച്ചോളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടോണെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.